കേരള മലയാളം മോഹൻലാൽ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരം സുന്ദരി എത്ര നാളെ കുറച്ചാൾക്ക് മുമ്പ് ഒരു ഹിന്ദി ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജാൻവി കപൂർ, സിദ്ധാർത്ഥ് മൽഹോത്രയൊക്കെ മെയിൻ ലീഡായിട്ടുള്ള സിനിമയാണ് പരം സുന്ദരി. ആൻഡ് ഈ ഒരു സിനിമയുടെ ട്രെയിലറാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ജാൻവി കപൂറിൻ്റെ കഥാപാത്രം ഒരു മലയാളി പെൺകുട്ടിയാണ്. കേരളത്തിലാണ് സിനിമ ഒട്ടുമിക്ക നടക്കുന്നതെന്നാണ് തോന്നുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അവർ മലയാളിയാണ് എന്നാണ് അവർ സ്വയം പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് മലയാളമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആൻഡ് കഥാപാത്രത്തിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ സുന്ദരി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. കാരണം അതാകുമ്പോൾ എളുപ്പത്തിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു അവർക്ക്. സോ ഇത്ര ഇഗ്നോറൻസ്, അതായത് ഒരു എന്താ പറയുക, ഒരു കൾച്ചറിനോട് ഇത്ര ഇഗ്നോറൻസ് കാണിക്കുന്ന വേറൊരു ഇൻഡസ്ട്രി കാണില്ല എന്ന് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ബോളിവുഡ്. ഐ മീൻ ഇതിനു മുമ്പും അവരിങ്ങനെ ഈ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയെ കാണിക്കുന്ന നേരത്തെല്ലാം തന്നെ എല്ലാത്തിനും കൂടെ എന്താ പറയുക കലക്കി കുറുക്കുക എന്നുള്ളത്. നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക ഇതിനെ എല്ലാ കൾച്ചറിനെയും കൂടെ കലക്കി കുറുക്കി ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണ്. ഇവർ പോയിട്ടൊരു മലയാളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നാൻ നേരത്ത് ഇവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എല്ലാം കൂടെ കലക്കി ഒരു മിക്സിയിട്ട് അടിച്ചിട്ട് എല്ലാം കൂടെ ചേർത്തൊരു സിനിമ. ചെന്നൈ എക്സ്പ്രസ് ഇതിനൊക്കെ ഒരു മെയിൻ ഉദാഹരണമാണ്. ഐ മീൻ അത് അവർ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് പെൺകുട്ടിയാണോ, എല്ലാം കാണും അതിൻ്റെ അകത്ത്. ഈ ചെന്നൈ എക്സ്പ്രസ്സിൽ കാണാൻ കഴിഞ്ഞാൽ 2-3 സിനിമകളിൽ ഈ ഇടയ്ക്ക് വന്നൊരു സിനിമയ്ക്കകത്തൊക്കെ ഈ കൾച്ചറിനൊക്കെ ഒരു ജ്യൂസ് അടിച്ച് അങ്ങ് ഒഴിക്കുക. അപ്പോൾ എല്ലാവർക്കും തൃപ്തിയാവുക. അതാണ് അവർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. സോ എനിവേ ഈ ഒരു ട്രെയിലറിലേക്ക് വരുമ്പോഴേക്കും നോക്കുകയാണെങ്കിൽ ഇവരെനിക്ക് തോന്നുന്നു കേരളം എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ കുറേ ഫോട്ടോസ് വരുമല്ലോ. ഐ മീൻ ഈ പട്ടുസാരി ഇട്ട് നിൽക്കുന്ന പെൺകുട്ടി, മുല്ലപ്പൂവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ സീനിലും മാറ്റി ഒരു 100 കിലോ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ ഒരു മലയാള പെൺകുട്ടിയെ വയ്ക്കാൻ പറ്റും. പിന്നെ അവർ രാവിലെ എണീക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഇനി പുറത്തുനിന്ന് പണി ചെയ്യുമ്പോഴും ബീച്ചിൽ പോകുമ്പോഴും പിന്നെ ഒരു ഡിസ്കോ പാർട്ടിക്ക് പോകുമ്പോഴും മുല്ലപ്പൂ വയ്ക്കണം, പട്ടുപാവാട ഇടണം. ഇതൊക്കെയാണൊരിത്. വേറൊരു അപരാധം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ അപരാധം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ അത് കണ്ടില്ല. ആ പടം ഞാൻ 2-3 സീനൊക്കെ കണ്ടുള്ളൂ. അതിനുശേഷം എനിക്ക് കാണാൻ തോന്നിയില്ല. ഒരു സിനിമ എന്ന നിലയിൽ പോലും കണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനേക്കാളും മികച്ച ഷോർട്ട് ഫിലിംസ് ആൾക്കാർ എടുക്കാറുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. സോ എനിവേ ക്ലൈമാക്സ് പോർഷനിലൊക്കെ പറയുന്നുണ്ട്. ഐ മീൻ ഓരോ നടന്മാരുണ്ട്, നിങ്ങൾ ഇതിനെല്ലാം മിക്സ് ചെയ്യുന്നുള്ള. അതേ ഞങ്ങൾക്കും ചോദിക്കണം, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസം വന്നിട്ട് താമസിച്ചു പോകുക കേരളത്തിൽ. അതിനുശേഷം കേരളം എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കഥ എഴുതുക. കുറച്ച് ഡീസൻസി ഉണ്ടാവും. ആൻഡ് ഈ ജാൻവി കപൂർ ആക്ച്വലി കുറച്ച് അഭിനയിക്കാൻ കഴിവുള്ളൊരു നടിയാണ്. ഐ മീൻ അവർക്കൊരു എന്താ പറയുക, ഒരു ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ അവരത്ര മോശം നടിയൊന്നുമല്ല. അത്യാവശ്യം അവർ അഭിനയിക്കും. അവരുടെ ഡെബ്യൂ ഫിലിമൊക്കെ ആക്ച്വലി നന്നായിട്ട് അവർ ഇമോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആൻഡ് അവർ വെറും ഒരു ഐ ക്യാൻഡി മാത്രം നിൽക്കാതെ ഒരു എന്താ പറയുക, ഒരു ഡോൾ ആ ഒരു ടൈപ്പിനൊക്കെ മാറി കുറച്ച് അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമകൾ എടുത്താൽ വളരെ നന്നായിരിക്കും അവരുടെ കരിയറിന്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അവർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള എന്താ പറയുക, ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒന്നുമില്ലാതെ കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കും ഒരു ആക്ട്രസ് എന്ന നിലയിൽ. ഐ മീൻ ഇതിൻ്റെ ഡയറക്ടേഴ്സിനും എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എഴുതിയവർക്കും എടുക്കാൻ പറ്റും. ഐ മീൻ നോക്കുക, കേരളം എന്ന് പറയുമ്പോൾ തന്നെ പട്ടുസാരി, മുല്ലപ്പൂവ്, പിന്നെ ഒരു കഥകളിൻ്റെ തല, പിന്നെ ആന, പിന്നെ ബാക്ക് വാട്ടേഴ്സ്. ഐ മീൻ ഇത് കായലില്ലാതെ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ അത് കുട്ടനാടോ ആലപ്പുഴയാണ്. അതല്ലാതെ വേറൊരു നാട് ഇവർക്ക് അറിയത്തില്ല. തെങ്ങ്, തേങ്ങ ഇതൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ താഴെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം വെച്ച് കാണാം. അതുവരേക്കും ബൈ.